ഹലോ, ഞങ്ങൾ ഇന്ന് വിസ്മയ പാർക്കിൽ പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അക്കയൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് എല്ലാവരെയും കൂട്ടി പോകണമെന്ന് മാനുട്ടിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് വിസ്മയിലേക്ക് വന്നതാണ്. അപ്പോൾ ഇത് അറിയാമല്ലോ, ഇതൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇവിടെ ഒരുപാട് റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് ഞാനും ത്രില്ഡാണ്. കാരണം എനിക്കിങ്ങനെ ഇവിടെ കമ്പനിക്ക് കൂടാൻ ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഇപ്രാവശ്യം ഏട്ടനാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, ഒരൊറ്റ റൈഡിലും കയറില്ല. അപ്പോൾ ഇവരുള്ളത് കൊണ്ട് എനിക്ക് എല്ലാവരുടെയും കൂടെ റൈഡിലൊക്കെ കയറാമല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. എടുക്കട്ടെ, സെൽഫി സ്റ്റിക്കൊക്കെ എടുക്കട്ടെ. ഏട്ടൻ ഇന്ന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. ഏട്ടൻ ഇന്ന് ഹാഫ് ഡേ ലീവ് ആക്കിയിട്ടാണ് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ, മഹേഷ് ഏട്ടൻ. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് എൻട്രി ഫ്രീ ആണ് കേട്ടോ. പൈസയൊന്നും വേണ്ട, ടിക്കറ്റ് എടുക്കുകയൊന്നും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ വന്നതാണല്ലേ, നമുക്ക് ഈ ഭാഗത്തേക്ക് എടുക്കാനൊന്നും പറ്റില്ല. കാരണം 790 രൂപ വെച്ചിട്ട് ഇത്ര ആൾ കയറണമെങ്കിൽ ഒരു എമൗണ്ട് ആവുമല്ലോ. ഇവിടെ നോർമലി ടിക്കറ്റ് ചാർജ് വരുന്നത് 790 അപ്പോൾ ഏട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഫ്രീ ആണ്. അപ്പോൾ ഏട്ടൻ പോയിട്ട് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പോയി. പാർക്കിലെത്തി. നേരത്തെ ഞങ്ങൾ അച്ഛനൊക്കെ വന്നപ്പോൾ അച്ഛനെയും അമ്മേനെയും കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അധികം റൈഡിലൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ നമ്മളെ നാട്ടിലുള്ള ഏച്ചിമാരാണ്, ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ഇവർ ഏട്ടനും ഇവരുമൊക്കെ ഒരുമിച്ചാണ് ഇന്ന് ഇങ്ങോട്ട് പാർക്കിലേക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത് മഹേഷ് ഏട്ടൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഏട്ടൻ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നിട്ട് ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. ഇനിയിപ്പോൾ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് അകത്ത് കയറിയാൽ മതി എന്നാണ് പറഞ്ഞത്. അക്ക ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേങ്കിൽ പൊന്നും ഉണ്ണിയൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞപാട് അവരെയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നു ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, അക്ക ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇത് ഇവിടെയാണ് കേട്ടോ ഏട്ടൻ എപ്പോഴും ഡ്യൂട്ടി ഉണ്ടാവുന്നത്, സ്ട്രൈക്കിംഗ് കാറിലാണ്. നിങ്ങൾ ആരെങ്കിലും വിസ്മയിൽ വരുന്നുണ്ടെങ്കിൽ സ്ട്രൈക്കിംഗ് കാറിൻ്റെ അവിടെ നോക്കിയാൽ ഏട്ടനെ കാണാം കേട്ടോ. പിന്നെ ഇത് ഏട്ടൻ്റെ കൂടെയുള്ള സ്റ്റാഫാണ്, സൈഷേട്ടനും സൈത്തേട്ടനും. അപ്പോൾ അവർ അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന പാടുതാണ്ട് ഈ ഒരു റൈഡിൽ കയറി കേട്ടോ. ഇത് ഇവിടുത്തെ ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള റൈഡാണ്, നല്ല രസമാണ്. ഞാൻ ഒറ്റയ്ക്ക് കയറി, അക്കയും പൊന്നും കൂടി ഒരിതിൽ. എന്തോ ഇത് നമ്മൾ ഈ മേളയൊക്കെ നടക്കൂലേ, അവിടെയൊക്കെ പോകുമ്പോൾ അധികം ഇങ്ങനത്തെ റൈഡ് ഉണ്ടാവും. ഞാൻ അവിടെയും കയറിയിട്ടുണ്ട്, വിസ്മയിൽ വന്നു ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അക്കയ്ക്ക് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏട്ടനും മാനൂട്ടനെയും കൊണ്ട് ഞാൻ ആദ്യം അവരെന്നോട് പറഞ്ഞു മാനൂട്ടനെയും കൊണ്ട് കയറിക്കോളാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെയും കൊണ്ടിരിക്കാൻ. പിന്നെ അവനെ ഞാൻ അമ്മേൻ്റെ അച്ഛനെ അടുത്ത് നിർത്തിയിട്ട് ഞങ്ങൾ അടുത്ത റൈഡിലേക്ക് പോയി കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്ട്രൈക്കിംഗ് കാറ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കയറത്തേ ഇല്ല. ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഞാൻ ഇതിനകത്ത് ജന്മം ചെയ്താൽ ഇതിനകത്ത് കയറത്തില്ല എന്ന്. കാരണം കഴിഞ്ഞ തവണ ഞാൻ ഇതിനകത്ത് കയറിയിരുന്ന് നാണം കെട്ടുപോയതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മാനുവിൻ്റെ പൊന്നുവിൻ്റെ കൂടെ കയറ്റി വിട്ടു. പൊന്നുവിന് പക്ഷേ ഒരു പേടിയില്ല കേട്ടോ. പൊന്നു ഭയങ്കര സ്മാർട്ടാണ് ആൾ. പൊന്നു മാനുട്ടനെയും കൊണ്ട് ഓടിച്ചോളാം എന്ന് പറഞ്ഞു. ഒരു കയ്യിൽ അവനെ പിടിച്ച് അവൾ വണ്ടിയൊക്കെ ഓടിച്ചു. അക്കയും നല്ല സ്മൂത്തായിട്ട് ഓടിക്കുന്നുണ്ട്. എനിക്ക് മാത്രമേ ഇത് പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഏട്ടനോട് പറഞ്ഞു എൻ്റെ കൂടെ കയറാൻ പറഞ്ഞു. ഏട്ടൻ ഡ്രൈവ് ചെയ്തു, ഞാൻ അവിടെ സൈഡിലിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്ട്രൈക്കിംഗ് കാറിൻ്റെ റൈഡ് ഞങ്ങൾ അവിടെ തീർത്തിട്ട് ഞങ്ങൾ അടുത്ത റൈഡിലേക്ക് പോയി. ഇത് മിറർ മാജിക് ആണ് കേട്ടോ. ഇതിൽ ഞങ്ങൾ കയറി കുറേ ചിരിച്ചു. അക്ക ഫുൾ കോമഡി. ഞാനിപ്പോൾ കാണിച്ചു തരാമേ. സത്യമായിട്ട് ചിരിച്ച് മരിച്ചു പോയി കേട്ടോ. കാരണം അത്രയ്ക്ക് കോമഡി ആയിരുന്നു. അക്കയ്ക്ക് ഒന്നും തിരിയുന്നില്ല എങ്ങോട്ടാണ് പോകണ്ടേ എന്നുള്ളത്. അവസാനം ഞങ്ങൾ അതിനെ എത്തുമെന്ന് ഇറങ്ങി കേട്ടോ.
ഇനി ഉണ്ടല്ലോ ഞങ്ങളിത് ഈ റൈഡിലേക്കാണ് പോയത്. അപ്പോൾ അക്ക ഫുൾ ത്രില്ലായിട്ട് നിൽക്കുകയാണ് കയറാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അമ്മേനെയൊക്കെ കയറ്റാനൊരു പേടി ഉണ്ടായിരുന്നു. അക്ക അമ്മേനെയും ധൈര്യം കൊടുത്തിട്ട് അമ്മയോടും അച്ഛനോടും പറഞ്ഞു കയറാൻ പറഞ്ഞു. അങ്ങനെ അമ്മേനെയും അച്ഛനെയും കൂടെ ഞങ്ങൾ അതിൽ കയറ്റി. ഇത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങുകയുള്ളൂ കേട്ടോ, അത്ര പേടിക്കുന്ന റൈഡൊന്നും അല്ലായിരുന്നു. മാനൂട്ടിനെ ഞങ്ങൾ ഈ സമയത്ത് അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് നിർത്തിയിട്ടാണ് കേട്ടോ കയറിയത്. കാരണം അവനെയും കൊണ്ട് ഇതിൽ കയറാനൊന്നും എനിക്ക് ധൈര്യമില്ല. ചിലർ കുട്ടികളെയും കൊണ്ട് കയറുന്ന ആൾക്കാരുണ്ട്, പക്ഷെ നമ്മൾ കയറിയാൽ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അവനെ ഞാൻ കയറ്റാൻ നിങ്ങൾ റെഡി ആയില്ല. ഇനി ഇത്തിരി കൂടി വലുതാകുമ്പോൾ നമുക്കിതിലൊക്കെ കയറ്റാമല്ലോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പോപ്പുലർ റൈഡ്. ഇത് മാഗ്നസ് എന്നാണ് പേര് കേട്ടോ. ഞാനിതിൽ പണ്ട് കയറിയിട്ടുണ്ട്. ഞങ്ങളിതാ ഇപ്പോൾ കയറിയപ്പോൾ ഏട്ടൻ വന്നെയാണ്. ഇതിലൊക്കെ ഇപ്പോൾ പൊന്നുമുള്ള ധൈര്യത്തിൽ കയറിയതാണ് കേട്ടോ. എനിക്ക് ആഗ്രഹമാണ്, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഇതിലൊക്കെ കയറാനേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഞങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ എങ്കിൽ നമുക്ക് എൻ്റെ വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല. ബാക്ക്ഗ്രൗണ്ട് ഫുൾ പാട്ടാണ്, അത് ഇട്ടാൽ കോപ്പിറൈറ്റ് വരുമല്ലോ. അങ്ങനെ ഏട്ടൻ വന്നു. അതിന് ശേഷം ഞാനും പൊന്നും ഏറ്റവും ബാക്കിലാണ് കേട്ടോ ഇരുന്നത്. ഫ്രണ്ടിൽ ഇരിക്കേണ്ടതായിരുന്നു, എന്നാലും വീഡിയോയിൽ കറക്റ്റായിട്ടുള്ള ആക്ഷൻസൊക്കെ കിട്ടുമായിരുന്നു. അലറി നിലവിളിച്ചൊരു വഴിയായി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ശരിക്കുള്ള വോയിസിൽ എൻ്റെ അലർച്ച നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഞാൻ അത്രയ്ക്ക് അലറീന്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാഫ് ഏട്ടനെ വിളിച്ച് ചോദിച്ചു എനിക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പണി തരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അവർ ചെറിയ പണിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം കറങ്ങിയ ഫീൽ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇത് കാണുന്ന പോലെയല്ല കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ തലകുത്തി കിടക്കുമ്പോൾ ഉണ്ടല്ലോ, സീറ്റിൽ നിന്ന് നമ്മൾ തെന്നി ഇങ്ങ് ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ നമ്മൾ താഴേക്ക് വീഴുന്ന പോലെ. ഞാനാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് കണ്ണ് തുറന്നിട്ടേ ഇല്ല, കണ്ണടച്ച് ഒന്നും ഞാൻ തുറന്നില്ല. ഇടയ്ക്ക് ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആകാശമാണ് കണ്ടത്. അപ്പോഴേ എൻ്റെ ബോധം പോയി. പൊന്നു ഒരു കുലുക്കവും ഇല്ല കേട്ടോ. പൊന്നു കൂളായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനേ ഉള്ളൂ തോന്നുന്നു ഇത്രയും പേടിച്ചത് ഈ കൂട്ടത്തിൽ. Run. 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 ശരിക്കും പറഞ്ഞാൽ ചത്ത് ജീവിച്ചു എന്ന് വേണേൽ പറയാം കേട്ടോ. അത്രയ്ക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേങ്കിൽ എനിക്ക് പേടിയായിരുന്നു കൂടുതൽ. പൊന്നു എൻജോയ് ചെയ്തു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു പൊന്നെ? സൂപ്പർ. പിന്നെ ഞങ്ങൾ കയറിയത് ടൊർണാഡോ എന്ന് പറഞ്ഞൊരു റൈഡാണ് കേട്ടോ. അതിൽ ഇതുപോലെ തന്നെ അച്ഛനെയും അമ്മേനെയും കയറ്റുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ്. അപ്പോൾ അമ്മേനെയും അച്ഛനോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നില്ല, അമ്മ മാത്രം വന്നു കേട്ടോ. അക്ക ഭയങ്കര ധൈര്യത്തിൽ വന്ന് കയറിയതാണേ. ഇത് റൈഡ് അങ്ങോട്ട് കറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് തല കറങ്ങി ഛർദ്ദിക്കാനെല്ലാം വന്നിട്ട് പിന്നെ ഫുൾ സീനായിപ്പോയി. പോകുന്നത് ഹെലിക്കൺ എന്ന് പറഞ്ഞൊരു റൈഡാണ് കേട്ടോ. അതും ഈ മാഗ്നസ് പോലെ തന്നെയുള്ളൊരു റൈഡാണ്. കയറുന്നതിന് മുന്നേ ഞാൻ രണ്ടാളോട് ചോദിച്ചു കേട്ടോ പേടിയുണ്ടോ എന്ന്. അപ്പോൾ അക്ക പറഞ്ഞു പേടിയൊന്നും ഇല്ല, പൊന്നും പറഞ്ഞു പേടിയൊന്നും ഇല്ലാന്ന് കേട്ടോ.
അക്ക ഫുൾ സൈഡായി കേട്ടോ ഇതിൽ കയറിയിട്ട്. ഞാൻ അക്കനെ കുറേ കളിയാക്കി, ആൾക്ക് തല കറങ്ങിപ്പോയി. കുറച്ച് സമയം കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ അങ്ങ് കിടന്നു പുള്ളിക്കാരി. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. അടുത്ത റൈഡിലേക്ക് പോകാൻ നേരം ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ്റെ ഡ്യൂട്ടി ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറിയത് ഈ ട്രെയിനിലാട്ടോ. ഇതിവിടെ ഒരു ലേക്ക് ഉണ്ട്, അതിൻ്റെ ചുറ്റും ഒന്ന് ചുറ്റിയിട്ട് വരും, അത്രയേ ഉള്ളൂ കേട്ടോ. അത് മാനോട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് കയറാൻ. ഇവിടുന്ന് ഇറങ്ങിയ പാടുത ഇത് കുട്ടികളുടെ ഒരു റൈഡാണ്. അപ്പോൾ ഇതിനകത്ത് കയറി മാനോട്ടന് കയറണമെന്ന് പറഞ്ഞ് കയറ്റി. ചെക്കന് കയറിയപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നേ. ആദ്യം ഒന്ന് ഫ്രീ ആയിട്ടിരുന്നു. പക്ഷേങ്കിലുണ്ടല്ലോ ഇതിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കടകടക്കടാന്ന് പറഞ്ഞിങ്ങനെ അടിക്കുന്ന പോലെ ഒരു ഫീല് വരും. അപ്പോഴേക്ക് ചെക്കന് പേടിയായിട്ടോ. ആദ്യത്തെ റൗണ്ട് ഒന്ന് ധൈര്യമൊക്കെ സംഭരിച്ചിരുന്നു. ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഓരോരു പേടിയുണ്ടോ എൻ്റെ മുഖത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ റൗണ്ട് ആയപ്പോഴത്തേക്ക് ആളുടെ കയ്യിൽ നിന്ന് പോയി. ആൾ ഫുൾ കരച്ചിൽ, ഭയങ്കര കരച്ചിലായിരുന്നു അതിനകത്തിരുന്ന്. ഇനി നമ്മളിവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ കുറേ സ്റ്റെപ്സ് കയറാനുണ്ടായിരുന്നു. അതിനിടയ്ക്ക് വരുന്ന വഴിക്ക് തന്നെ ഈ വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈഡിൽ കയറിയിട്ടോ. ഈ റൈഡിലാണെങ്കിലുണ്ടല്ലോ നമ്മൾ ഒരു പോയിൻ്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് തലകറങ്ങും എന്ന് പറഞ്ഞാൽ ചെറിയ തലകറക്കമൊന്നുമല്ല, എനിക്ക് വല്ലാണ്ടായിപ്പോയി. ഇയർ ബാലൻസിൻ്റെയൊക്കെ തലകറക്കം പോലെ ഫീൽ ചെയ്തു. എനിക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഞാൻ വീണു പോകുന്നു, അങ്ങനെ ആയിപ്പോയി. പക്ഷെ ചെറിയൊരു ദൂരമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, രസമുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് തല ഇറങ്ങിക്കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴത്തേക്ക് ഏട്ടൻ ഡ്രസ്സൊക്കെ മാറി വന്നു. പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. ഭക്ഷണം ഉച്ചക്കത്തേക്ക് ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി വാങ്ങി. അക്കയ്ക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അക്കയ്ക്കൊരു ഊണും ഞങ്ങൾക്കെല്ലാം ബിരിയാണി. ഞാനും ഞാനും ഏട്ടനും അച്ഛനും അമ്മയും സിംഗിൾ ബിരിയാണിയാണ് എടുത്തത്. കാരണം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. വയറ് ഫുള്ളാവും. റൈഡിലൊക്കെ കയറേണ്ടതല്ലേ, ഒത്തിരി വയറ് ഫുള്ളാക്കിയിട്ട് കയറിയാൽ ചിലപ്പോൾ വാള് വെക്കും. പിന്നെ പായസവും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെള്ളത്തിലിറങ്ങാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തിരക്കിട്ട് കഴിക്കാമെന്ന് എല്ലാവരും. വെള്ളത്തിലിറങ്ങുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അക്ക ഒരു പാൻസൊക്കെ വാങ്ങി. ഞാൻ പിന്നെ ഡ്രസ്സ് തന്നെ ഇട്ടിറങ്ങാമെന്ന് വിചാരിച്ചു. മാനൂട്ടിന് ഒരു ക്യാപ്പ് വാങ്ങി കേട്ടോ, തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. ചെക്കനൊരു ട്രൗസറും പിന്നെ ഫോണിനൊരു കവർ വാങ്ങി. വെള്ളം നനയുമ്പോൾ ഫോണിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കവറുണ്ടല്ലോ. വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ വീഡിയോ എടുക്കേണ്ട കാര്യം അങ്ങ് മറന്നുപോയി. എല്ലാവരും വെള്ളത്തിൽ തന്നെ, അമ്മയും അച്ഛനും മാത്രം അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വെള്ളത്തിലായിരുന്നു. ഏട്ടൻ മാനൂട്ടനെ കൊണ്ടുപോയി കേട്ടോ. ഒരുപാട് സ്ലൈഡ്സിൽ കയറിയിട്ടുണ്ടായിരുന്നേ. മറ്റേ ട്യൂബൊക്കെ വെച്ചിട്ടുള്ള ഇതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ എന്താ പറയുക,
ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഏട്ടൻ്റെ ഒപ്പരം വന്നാലൊന്നും എനിക്ക് ഇത്രയും വൈബ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഇവരുള്ളത് കൊണ്ടാണ് ഞാനും ഓടി എല്ലാത്തിലും കയറിയത്. ഇതിനിടയ്ക്ക് ഒരു കോമഡി സംഭവിച്ചു കേട്ടോ. ഈ വെള്ളം മറിഞ്ഞ് വീണ് പൊന്നു തെറിച്ച് പോയേ. ഇപ്പോൾ കാണിച്ചു തരാം. 6 മണിയായി കേട്ടോ. ഞങ്ങൾ അവിടുത്തെ 6 മണി വരെ ഉള്ളൂ ഇവിടെ വിസ്മയയിൽ പ്രവൃത്തി സമയം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലേക്കുള്ള ബസ്സുണ്ട്, അതിന് പോകണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഒരു ദിവസം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.